തീരപ്രദേശത്തെ ആളുകളെ അറിയാലോ എന്നോ മറ്റൊരു പരാമർശം നടത്തിയതായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് തീരപ്രദേശത്തെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന മട്ടിലാണ് ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങളും അവിടെയുള്ള ജനങ്ങളും ഇതിനെ കാണുന്നത്. കടലിൽ കാണാതായവര് അതില് 3 പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിലെ ഷിജിൻ, പുല്ലുവിളിയിലെ ജോൺ മത്യാസ്, ചവറ പുത്തൻതറയിലെ ഗൗതം കൃഷ്ണ, ഇത്രയും ആളുകളെയാണ് കണ്ടെത്താനുള്ളത്. ഈ മരണപ്പെട്ടവരുടെയും കണ്ടെത്താനുള്ളവരുടെയുമെല്ലാം കുടുംബങ്ങൾ അതീവ ദുഃഖത്തിലാണ്. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മരണപ്പെട്ടവരുടെ കാര്യത്തിൽ അഗാധമായ അനുശോചനവും രേഖപ്പെടുത്തുന്നു. ഇതോടൊപ്പം കണ്ണൂരില് രക്ഷാപ്രവർത്തനത്തിനിടയിൽ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ച രാജേഷ്, കടലിൽ കാണാതായ നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ, പുല്ലുവിളയിലെ ജോൺ, ഇവരുടെ എല്ലാം കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നു. അവർക്ക് ഒന്നും ആശ്വാസം ആവില്ലെങ്കിലും അവരുടെ ബുദ്ധിമുട്ടിൽ പങ്കുചേർന്നു സഹതപിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. അവരെല്ലാവരും, ആ കുടുംബങ്ങള് ഒരുപാട് പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഇപ്പോഴും ഒരു അനിശ്ചിതത്വം ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോ മരണമടയുന്നത് കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ളവരാണ്. അതോടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താകുമെന്നത് സാധാരണഗതിയിൽ ഊഹിക്കാവുന്നതേയുള്ളൂ. അപ്പൊ അങ്ങനെ നിരാലംബമാകുന്നൊരവസ്ഥ കുടുംബങ്ങൾക്ക് ഉണ്ടാകരുത്. ചിലര് ജീവിതത്തിന്റെ ഭാഗമായി കടങ്ങൾ എടുത്തിട്ടുണ്ട്. വലിയ കടബാധ്യത ഉള്ളവരുണ്ട്. അതോടൊപ്പം താമസിക്കാൻ സൗകര്യപ്രദമായ വീടില്ലാത്തവരുണ്ട്. അപ്പൊ ഇത്തരം കുടുംബങ്ങളെ പ്രത്യേകമായി തന്നെ കണക്കിലെടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ഇതിലൊരു പുതുമയൊന്നുമില്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്ന നടപടികളുണ്ട്. ആ നടപടികൾ തുടരുകയാണ് ഏറ്റവും പ്രധാനം. ഈ കാലാനുസൃതമായി പഴയതിൽ നിന്ന് എന്തെങ്കിലും പുരോഗതി, അതായത് കൂടുതൽ സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അതും നല്ലതാണ്. ഇവിടെ വീടില്ലാത്തവര് അവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകണം. കടബാധ്യത ഉള്ളവരുടെ കടം
തീർക്കുന്നതിനാവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവണം. അതോടൊപ്പം കുടുംബത്തിന്റെ താങ്ങാണ് ഇല്ലാതായിട്ടുള്ളത്, കുടുംബനാഥൻ. അത് ഒന്നുകൊണ്ടും നികത്താനാവില്ലെങ്കിലും കുടുംബത്തിലുള്ള ഒരാൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കാൻ തയ്യാറാവും. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ കാര്യങ്ങളാണ്. അത് നടപ്പാക്കുന്നതിന് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. രാജേഷിന്റെ കുടുംബത്തില് ഭാര്യയ്ക്ക് തൊഴിൽ എന്നതാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം സർക്കാർ ചെലവിൽ സർക്കാർ ആ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കണം. വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സഹായം സർക്കാർ നൽകണം. മറ്റു കുടുംബങ്ങൾക്കും ഈ തരത്തിലുള്ള സഹായം തന്നെയാണ് ആവശ്യം. അവിടെ നീണ്ടകരയിലെ കുടുംബവും അവിടെ അവരാവശ്യമുയർത്തുന്നത് ആ അമ്മയുടെ ഒരു ആവശ്യമായിട്ട് പറഞ്ഞത് ഇളയ മകനുണ്ട്. ആ ഇളയ മകന് KMM-ൽ ജോലി കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന നിലയുണ്ടാവണം. ഒരു കാര്യം അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതിപക്ഷത്തിന്റെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഉണ്ടാകും. ഇപ്പോൾ കാലവർഷക്കെടുതിയില് നമ്മുടെ സംസ്ഥാനത്തിന് 127 കോടിയിൽ പരം രൂപയുടെ കാർഷിക നഷ്ടം ഉണ്ടായി എന്നാണ് പ്രാഥമികമായി വന്നിട്ടുള്ള കണക്ക്. ഇത് വർദ്ധിക്കുകയും ചെയ്യും. ഇതിപ്പോഴുള്ള ആദ്യത്തെ ഒരു കണക്കാണ്. അതോടൊപ്പം തന്നെ 9332 ഹെക്ടർ സ്ഥലത്ത് കൃഷി നശിച്ചു എന്നാണ് റിപ്പോർട്ട്. 45,904 കൃഷിക്കാരെ ഇത് ബാധിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വലിയ തോതിൽ ബാധിച്ചത് ജൂലൈ 31 വെള്ളം കയറിയപ്പോ ആകെ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് റാന്നിയിലും ആറന്മുളയിലും മറ്റും ഉണ്ടായത്. പത്തനംതിട്ട ജില്ലയിൽ റാന്നിയില് 500-ലധികം വ്യാപാര സ്ഥാപനങ്ങളില് വീടുകളിൽ വെള്ളം കയറി. കോട്ടയം ജില്ലയിലും ചിലയിടങ്ങളിൽ വ്യാപകമായ രീതിയിൽ വെള്ളം കയറിയുള്ള നാശനഷ്ടങ്ങളുണ്ട്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം, പ്രത്യേകിച്ച് ഓണക്കാലായതുകൊണ്ട് ഓണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ചു വെച്ചതാണ്. അവിടെയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ രാത്രി വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായത്. എല്ലാം നശിച്ചു പോകുന്ന നിലയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ഈ ജില്ലകളിലെ പ്രളയനില അതിരൂക്ഷമായിരുന്നു. കുട്ടനാട്ടിലും വലിയ നാശനഷ്ടങ്ങളാണ് വെള്ളക്കെട്ടുണ്ടാക്കിയത്. ഇപ്പോൾ കോട്ടയം ജില്ലയില് പൂഞ്ഞാറ്, അതുപോലെ ഇടുക്കിയില് കുടയത്തൂര്, പത്തനംതിട്ടയില് ചിറ്റാർ, കോന്നി,
കൊക്കത്തോട് ഇവിടങ്ങളിലെല്ലാം ഉരുൾപൊട്ടലും ഉണ്ടായി. കോട്ടയത്ത് തിക്കോയിലും വലിയ തോതിലുള്ള വെള്ളം കയറി നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തലനാട്ടില് കൂട്ടത്തോടെ 11ഓളം പശുക്കൾ മുങ്ങിച്ചാകുന്ന നിലയുണ്ടായിട്ടുണ്ട്. കണ്ണൂര് ചെറുപുഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. ആറളം ഫാമിലും വെള്ളം കയറി. ആലുവ ശിവരാത്രി മണപ്പുറം ക്ഷേത്രം പൂർണ്ണമായി തന്നെ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ടായി. മണ്ണിടിച്ചിലില് പാൽച്ചുരവും താമരശ്ശേരി ചുരവും അടച്ചതുകൊണ്ട് ആ ഘട്ടത്തിൽ വയനാട് ജില്ല തന്നെ പൂർണ്ണമായി ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഇതിലൊക്കെയുള്ളൊരു പ്രശ്നം കാലാവസ്ഥാ മുന്നറിയിപ്പ് അതിനനുസരിച്ച് മുൻകരുതലെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതോടൊപ്പം വ്യാപകമായ വിമർശനം ഉയർന്നിട്ടുള്ളത് നമ്മൾ ഇത്തരം ഘട്ടങ്ങളിൽ ആളുകളെ ക്യാമ്പുകളിൽ താമസിപ്പിക്കുമല്ലോ, ആ ക്യാമ്പുകളിൽ സൗകര്യമൊരുക്കുന്നതിൽ വീഴ്ചയുണ്ടായി എന്താണ്. ഇത് ആശ്ചര്യകരമായൊരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളത്തില് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഘട്ടത്തിലെല്ലാം ഈ തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ, താൽക്കാലിക ക്യാമ്പുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധപ്പെട്ട വകുപ്പുകൾക്കും സർക്കാരിനാകെയും എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല വ്യക്തതയുള്ളതാണ്. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടായത്, വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കിടയാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായത്? അത് പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഇവിടെ ഇപ്പോ പെട്ടെന്ന് തന്നെ ഉണ്ടായ നാശനഷ്ടങ്ങൾ കണക്കാക്കി ആ നാശനഷ്ടങ്ങളുടെ പ്രത്യേകത വെച്ചുകൊണ്ടുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക, നാശത്തിന്റെ കണക്ക് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പെട്ടെന്ന് തന്നെ ലഭ്യമാക്കുക, ഇതാണ് സാധാരണഗതിയിൽ വേണ്ടത്. പക്ഷേ ഗുരുതരമായ വീഴ്ച ഈ കാര്യങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണാതിരിക്കരുത്. അതില് റവന്യൂ വകുപ്പിനെ കുറിച്ച് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുക എന്നത് ഇത്തരം ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. ഇപ്പോൾ വരുന്ന ഒരു ആക്ഷേപം യാതൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്നതാണ്. ഇവിടെ ജീവൻ നഷ്ടപ്പെട്ടതിനോടൊപ്പം തന്നെ കാണേണ്ടതാണ് മത്സ്യബന്ധന ഉപകരണങ്ങൾ വൻതോതിൽ നശിച്ചുപോയി എന്നുള്ളത്. അവിടെ കൊല്ലം ജില്ലയിൽ കണ്ടൊരു കാര്യം, ഒരു വള്ളം അവര് വീട് വിറ്റുണ്ടാക്കിയത്, ആ വള്ളമാണ് പൂർണ്ണമായി നശിച്ചു പോയത്. വലയും മറ്റു കാര്യങ്ങളും എല്ലാം നശിച്ചു. അപ്പോ ജീവസന്ധാരണത്തിന് വേണ്ടി സ്വീകരിച്ച വലിയ പ്രതീക്ഷയോടെ സ്വീകരിച്ച നടപടികൾ
ആകെ തകർന്ന് നിസ്സഹായാവസ്ഥയിലാകുന്ന കുടുംബങ്ങളാണ്. അപ്പോ അതിനെല്ലാം അർഹമായ നഷ്ടപരിഹാരം നൽകാൻ കഴിയണം. അതില് സാങ്കേതികമായ പ്രശ്നങ്ങൾ അല്ല ഗൗരവമായി നോക്കേണ്ടത്. നഷ്ടപരിഹാരം നൽകേണ്ട കാര്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് മുൻതൂക്കം നൽകണം. ഇപ്പോ ഒരു പ്രശ്നം ഇന്നലെ പറഞ്ഞത്, ഞാൻ ആ വീട് സന്ദർശിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്. അവരുടെ ബോട്ട് വാങ്ങി, പുതിയ വള്ളമാണ്. ആ പുതിയ വള്ളം സാധാരണഗതിയിൽ ഇൻഷൂർ ചെയ്യണം. ഇൻഷൂർ ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ആ ആരംഭിക്കുന്നതിനിടയ്ക്ക് ഒരു കടലിൽ പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇൻഷൂർ ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ സാങ്കേതികമായ മറ്റു ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇൻഷുറൻസ് ഇല്ലാത്തത്. ഇത്തരം കാര്യങ്ങളിൽ സർക്കാർ തന്നെ ചില അയവേറിയ സമീപനം സ്വീകരിക്കേണ്ടതായിട്ട് വരും. അപ്പോ ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്ന് സാധാരണ ആൾക്ക് കണക്കാക്കാം. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകമായ സഹായം സർക്കാർ നൽകുന്ന നില സ്വീകരിക്കണം. അതേപോലെ തന്നെ ഇവിടെ കടലിൽ പോയവരുടെ കാര്യത്തിൽ അവര് അപകടത്തിൽപ്പെട്ടപ്പോ ആ അപകടത്തിൽപ്പെട്ട ആദ്യ മണിക്കൂറുകൾ വളരെ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടക്കേണ്ട സമയമാണ്. പക്ഷേ വലിയ തോതിലുള്ള കൃത്യവിലോപം ഉണ്ടായി എന്നതാണ് ഈ കുടുംബങ്ങൾക്കും തീരദേശത്താകെയും നാട്ടിലും ഉള്ള അഭിപ്രായം. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഇവിടെ ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികൾ അറിയാത്തവരല്ല നമ്മുടെ വകുപ്പുകൾ. മുൻകാല അനുഭവമുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു അപകടം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല? ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട ഘട്ടമല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് ഞങ്ങളിപ്പോ പോകുന്നില്ല. പക്ഷേ വ്യാപകമായി വിമർശനം ഉയരുമ്പോൾ അത് പരിശോധിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. നമ്മൾ എല്ലാ ദുരന്തത്തിലും കണ്ടതാണ്, ദുരന്തഘട്ടത്തിൽ എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനത്തിന് സർക്കാരിനോടൊപ്പം സഹകരിച്ച് ജനങ്ങളാകെ ഇറങ്ങാനാണ് പതിവ്. പക്ഷേ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. അതിവിടെ ഉണ്ടായോ? അതാണ് ഗൗരവമായ പ്രശ്നം. അതിന് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കലാണ്. ആ ഏകോപിപ്പിക്കൽ പലതരത്തിലുണ്ട്. ഇവിടെ ചെയ്യേണ്ട കാര്യമുണ്ട്. കേന്ദ്ര ഏജൻസികൾ ഇടപെടേണ്ട കാര്യത്തിൽ അവരെ ബന്ധപ്പെടേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ വരുന്നവരെ ആ സഹായം സ്വീകരിക്കുന്നുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഏകോപനം ഇവിടെ ഫലപ്രദമായി ഉണ്ടായോ? ഇത്തരം പ്രദേശങ്ങളിൽ നാം പരിശോധിക്കാൻ വേണ്ടി പറയാണ്, സർക്കാരിന്റെ സാന്നിധ്യമുണ്ടായോ? അതാണ് ഏറ്റവും ഗൗരവമായ പ്രശ്നം. നമ്മുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ ആ ദുരന്തം തന്നെയാണ്. പക്ഷെ രക്ഷാപ്രവർത്തനം, ആശ്വാസ നടപടികൾ, തൽക്കാലം അവരെ താമസിപ്പിക്കല്, അവിടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കല്, ഇത്തരം കാര്യങ്ങളിലൊക്കെ
വലിയ തോതിലുള്ള ഇടപെടലും ക്രമീകരണങ്ങളും ഒരുക്കിയിരുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണല്ലോ. അതിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോ ഒരു പരാതി, കുടുംബങ്ങൾക്കുള്ള പരാതി, അപകടത്തിൽപ്പെട്ടു, ആ വിവരം അറിഞ്ഞു അവരെ രക്ഷപ്പെടുത്തുന്നതിന് ഹെലികോപ്റ്റർ വഴിയുള്ള ശ്രമം നടത്തണം എന്ന പൊതുവിലുള്ള ആവശ്യമുയർന്നു. പക്ഷേ അത് പരിഗണിച്ചു പോലുമില്ല എന്ന അഭിപ്രായമാണ്, എന്ന വികാരമാണ് ഈ കുടുംബങ്ങൾക്കാകെയുള്ളത്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചത്? വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന്റെ മകള്, നീണ്ടകരയിലെ കുടുംബത്തിലെ 3 പേർ നഷ്ടപ്പെട്ട വീട്ടമ്മ, ഇവരൊക്കെ സർക്കാർ ഓഫീസുകൾക്ക് മുന്നില്, തെരുവില്, മാധ്യമങ്ങൾക്ക് മുന്നില് വിലപിക്കുന്ന ദയനീയ കാഴ്ചയല്ലേ നമുക്ക് കാണേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അത്തരമൊരു ഘട്ടത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതിരുന്നത് എന്നത് നാം ഗൗരവമായി കാണണം. ഇതൊരു വിമർശനമായി ഉന്നയിക്കുന്ന കാര്യമല്ല, ഇതൊരു അനുഭവമാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായൊരു ദുരനുഭവം. ആ ദുരനുഭവം ആവർത്തിക്കരുത്. സർക്കാർ ഇത്തരം ഘട്ടങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ കഴിയണമെങ്കിൽ ഉണ്ടായ വീഴ്ച പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന അവസ്ഥയുണ്ടാവണം. ആ വീഴ്ച ഉൾക്കൊണ്ടുകൊണ്ട് ഇനി അത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദിവസങ്ങൾ 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രിയും മറ്റും ഒരു സ്ഥലത്ത് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന വികാരം എത്ര വലുതായിരിക്കും ആ കുടുംബത്തിന്. അതിലാണ് ആവർത്തിച്ച് പറയുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ആദ്യഘട്ടം മുതൽക്കേ മന്ത്രിമാര് അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഫലപ്രദമായി നേതൃത്വം കൊടുക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരിൽ പലർക്കും ദിവസങ്ങളോളം ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റാതിരുന്നത്? അതിന്റെ അർത്ഥം എന്താ? ഒരു മന്ത്രിയും ദിവസങ്ങളോളം ഒരു സ്ഥലത്തെത്തുന്നില്ല എന്നാണ്. അങ്ങനെ സംഭവിക്കാമോ? അപ്പൊ അതാണ് ഗൗരവമായി എടുക്കേണ്ടത്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധ ഉണ്ടാവും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അത് വലിയ തോതിൽ വിമർശനമുയർത്തുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതില് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് കാണുന്നത്, ആദ്യമായല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം പറഞ്ഞതായിട്ട് പുറത്ത് വന്നിട്ടുള്ള വാർത്ത തീരപ്രദേശത്തെ ആളുകളെ അറിയാലോ എന്നോ മറ്റൊരു പരാമർശം നടത്തിയതായിട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിവൈകാരികമായി പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് തീരപ്രദേശത്തെ ജനങ്ങളെ എത്തിച്ചിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തെ ജനങ്ങളെ ആകെ അവഹേളിക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന മട്ടിലാണ് ഈ ദുരന്തത്തിനിരയായ കുടുംബങ്ങളും അവിടെയുള്ള ജനങ്ങളും ഇതിനെ കാണുന്നത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ അപകടത്തിനിരയായ ജോൺ മത്യാസിന്റെ മകള് ജിജി സർക്കാരിന്റെ അനാസ്ഥക്കെതിരെ സംസാരിച്ചു. അവര് അനുഭവിക്കുന്ന വേദനയില്ലേ, ആ വേദനയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമല്ലോ.
സാധാരണ നില വിട്ടും സംസാരിക്കുമല്ലോ. പക്ഷെ അവരുന്നയിച്ച ന്യായമായ പ്രശ്നത്തിന്റെ മേലെ എങ്ങനെയാണ് പ്രതികരണം ഉണ്ടായത്? അവർക്ക് നേരെ UDF അനുകൂലികള് ഭീകരമായ സൈബർ ആക്രമണമാണ് നടത്തിയത്. ഒരുതരം കൊട്ടേഷൻ സംഘം പോലെ ഇറങ്ങുകയാണ്. എന്നിട്ട് അവർക്കെതിരെ, അവരെല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്, അവർക്കെതിരെയാണ് വ്യാപകമായ സൈബർ ആക്രമണം നടത്തുന്നത്. ഈ സൈബർ ആക്രമണം സാധാരണഗതിയിൽ വലിയ കുറ്റമല്ലേ? ആ കുറ്റവാളികൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? UDF അനുകൂലികളായവർ ചെയ്തതുകൊണ്ട് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇവർ ഇടപെട്ടു എന്നാണ്. ആ ധാരണയിൽ മറ്റു നടപടികളിലേക്ക് കടന്നില്ല എന്നതാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതിന്റെ ആദ്യ മണിക്കൂറുകൾ, ആ ഘട്ടത്തിൽ ഉണ്ടായ നിസ്സംഗത തന്നെയാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഒരുപാട് നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം വലിയ തോതിൽ സഹായം നമുക്ക് നമ്മുടേതല്ലാത്തവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏജൻസികളല്ലാത്ത, എന്നാൽ കേന്ദ്ര ഏജൻസികൾ, ആ കേന്ദ്ര ഏജൻസികളുടെ സഹായം വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചിട്ടുണ്ട്. എന്റെ അനുഭവം പറയാൻ, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ കേന്ദ്ര ഏജൻസികളെ ബന്ധപ്പെട്ടാൽ ഒരു പ്രയാസവുമില്ലാതെ അവരെ സഹായിച്ചിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും. പക്ഷേ ഇവിടെ എന്താ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയാണ്, ഒരു മന്ത്രി എന്നെ ബന്ധപ്പെട്ടു, നിങ്ങള് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ടു. ആ ബന്ധപ്പെട്ടതിന്റെ ഭാഗമായി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണിത്? നമ്മുടെ നാടിന്റെ അനുഭവത്തിൽ അങ്ങനൊരു വശമില്ല. ഇവിടെ ഏതെല്ലാമോ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ നേരിട്ടിരുന്നല്ലോ. ആ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടത്തിലൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രത്യേക സഹായം, ഏജൻസിയുടെ സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി തേടിയിട്ടില്ല. കേന്ദ്ര ഏജൻസിയെ നേരിട്ട് ബന്ധപ്പെടാം, സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെടാം. സംസ്ഥാന ഗവൺമെന്റ് ബന്ധപ്പെട്ടാൽ നേവി അടക്കമുള്ള, ആർമി അടക്കമുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏത് ഘട്ടത്തിൽ. എന്തിനാണ് ഒരു മന്ത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചിട്ട് അവരുടെ ഇടപെടലിലൂടെ സഹായത്തിന് വേണ്ടി കാത്തത്? എന്തേ അതുവരെ ബന്ധപ്പെടാതിരുന്നത്? എന്തുകൊണ്ടാണ് ബന്ധപ്പെടുന്നതിൽ വീഴ്ചയുണ്ടായത്? ഇത് ഗൗരവമായ പ്രശ്നമാണല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾക്ക് അടിയന്തര സന്ദേശം നൽകുന്ന രീതികളുണ്ടല്ലോ. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണർന്ന് പ്രവർത്തിക്കുമല്ലോ. കേന്ദ്ര ഏജൻസികൾ നമുക്ക് നൽകിയ സഹായത്തിന്റെ ഭാഗമായി അവരുടെ സഹകരണത്തിന്റെ മേന്മ കണ്ട് ദുരന്തങ്ങൾക്കെല്ലാം ശേഷം അവരെ അനുമോദിക്കുന്ന ചടങ്ങ് നടത്തിയതാണ് നമ്മുടെ സംസ്ഥാനം. ആ തരത്തിലുള്ള സഹായമാണ് അവരിൽ നിന്ന് ലഭിച്ചിരുന്നത് ഓരോ ഘട്ടത്തിലും. എന്തേ ഇവിടെ അതിനെല്ലാം ഭംഗം വന്നത്? മാത്രമല്ല, കടലില് ജീവൻ നഷ്ടപ്പെട്ടവരുടെ കാര്യത്തില് എല്ലാ തരത്തിലുള്ള സംരക്ഷണ സഹായങ്ങളും, സഹായ പ്രവർത്തനങ്ങളും, പുനരധിവാസ പ്രവർത്തനങ്ങളും, കുടുംബത്തിന്റെ സഹായം ഉറപ്പിക്കലും എല്ലാം ഉണ്ടാകണമെന്നുള്ള ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് കാണുന്നത് കടലിൽ കാണാതാകുന്നവർക്ക് ആനുകൂല്യം നൽകാൻ 7 വർഷം കാത്തിരിക്കണം എന്ന നിയമം UDF മാറ്റും. അത് അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ എന്തോ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് പറയാം. നമുക്ക് ഓർമ്മയില്ലേ ഓഖി ദുരന്തം? ഓഖി ദുരന്തമുണ്ടായ ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് എവിടെയും ഇല്ലാത്ത തരത്തിലുള്ള
ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകല് ചെറിയ തുകയായിരുന്നു. നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നിയമപ്രശ്നം, സാങ്കേതിക പ്രശ്നം, ഇത്തരം നൂലാമാലകൾ അതിന്റെ ഭാഗമായി ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് തന്നെ സംസ്ഥാന സർക്കാർ എടുത്തു. അതിന്റെ ഭാഗമായി ആ സമയത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എത്ര പേരെ? 33 പേരെ. അവരടക്കം 142 മത്സ്യത്തൊഴിലാളികൾ. ആ കുടുംബങ്ങൾക്കാകെ അതേവരെ രാജ്യത്തെവിടെയും നൽകാത്ത രീതിയിലുള്ള നഷ്ടപരിഹാരമാണ് നമ്മൾ നൽകിയത്. അതോടൊപ്പം ഈ കാണാതായവർക്ക് ഈ പറഞ്ഞ 7 വർഷത്തെ മാനദണ്ഡമില്ലേ, ആ 7 വർഷത്തെ മാനദണ്ഡം ബാധകമാക്കേണ്ടതില്ല എന്നും തീരുമാനിച്ചു. ഇതൊക്കെ സർക്കാർ ഫയലുകളിലല്ലേ, സർക്കാർ എടുത്ത നടപടിയല്ലേ, രഹസ്യമായിട്ട് എടുത്തതല്ലാലോ. ഞാൻ ഓർക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറി തല കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ ഒരു പരിശോധനയുടെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നത്. അതിന്റെ ഭാഗമായിട്ട് നടപടിയാണ് സ്വീകരിച്ചത്. അതെല്ലാം നടന്നൊരു നാടല്ലേ ഇത്. അതെല്ലാം അറിയാവുന്നവരല്ലേ നാട്ടുകാർ, അതെല്ലാം അറിയാവുന്നവരല്ലേ തീരദേശത്തെ ജനങ്ങള്. അവരോടാണ് ഇത് ഈ നിയമം UDF മാറ്റുമെന്ന് പറയുന്നത്. നമ്മൾ മാറ്റിയതാണല്ലോ, കീഴ്വഴക്കമുണ്ടല്ലോ, അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കാമല്ലോ. ഓക്കി ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികൾ ഇപ്പൊ സ്വീകരിച്ചാൽ മതിയല്ലോ. കാണാതായവരുടെ കാര്യത്തിൽ അത്തരം നടപടികളിലേക്ക് കടക്കാമല്ലോ. നമ്മൾ ഓർക്കേണ്ടത് ആ ഘട്ടത്തില് 22 ലക്ഷം രൂപ വീതമാണ് ധനസഹായം നൽകിയിരുന്നത്. ചില സംസ്ഥാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേരളം ഇങ്ങനെ ചെയ്തിരിക്കുന്നു, ഞങ്ങൾക്ക് കേരളത്തിന്റെ മാതൃകയിലുള്ള സഹായം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന പ്രക്ഷോഭം, ആ തരത്തിലുള്ള ഇടപെടലായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മൾ സൃഷ്ടിച്ച കീഴ്വഴക്കമുണ്ടല്ലോ. കുടുംബനാഥൻ നഷ്ടപ്പെട്ട കുടുംബത്തിന് ജോലി, കുട്ടികൾക്ക് വിദ്യാഭ്യാസം, അവരുടെ സംരക്ഷണം, അതിനായി 2035 വരെ 13.5 കോടി രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കൽ, ഇവയെല്ലാം നടന്ന നാടാണിത്. അതിന്റെ അനുഭവമുള്ളവരാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. അത് നമ്മൾ ഓർക്കാതിരിക്കരുത്. അപ്പോ ഒരു നിയമ സാങ്കേതിക നൂലാമാലകളും ഇതിനൊന്നും തടസ്സമായി വന്നിട്ടില്ല. അപ്പൊ ആ വസ്തുതകള് മുഖ്യമന്ത്രി പരിശോധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതെല്ലാം ഉണ്ട് എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജനങ്ങള് തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ. മുഖ്യമന്ത്രിയും പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടി വന്നത്. അതേപോലെ മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന, എത്ര ആലോചിച്ചിട്ടും എന്താണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്താനിടയായത് എന്ന് പിടികിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ 3 പേരെയല്ലേ കാണാതായത്, എന്നാൽ LDF-ന്റെ കാലത്ത് 148 പേരെ കടലിൽ കാണാതായി. ഇത് ഒരു മുഖ്യമന്ത്രി പറയേണ്ട കാര്യമാണോ? മുഖ്യമന്ത്രി എന്ന രീതിയിൽ നടത്തേണ്ട പ്രതികരണമാണോ? പ്രകൃതിക്ഷോഭങ്ങൾക്ക് രാഷ്ട്രീയ മാനം നൽകണോ? അത്യന്തം ഹീനമായ നിലപാടല്ലേ ഇത്? അങ്ങനൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മുടെ നാട്ടില് ഓരോ കാലത്തും വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടൽക്ഷോഭം, ചുഴലിക്കാറ്റ്, കാലാവസ്ഥാ വ്യത്യാസം മൂലമുള്ള മറ്റു ദുരന്തങ്ങൾ, ഇതെല്ലാം വരുമ്പോഴാണല്ലോ നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന അപകടങ്ങൾ സംഭവിക്കുന്നത്. അത്തരത്തില്
ഒന്നായിരുന്നു ഓഖി. അതിനു മുൻപ് നമ്മുടെ നാട്ടിലും തമിഴ്നാടിന്റെ തീരത്തും സുനാമി ആഞ്ഞടിച്ചു. എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചത്. അപ്പോ ദുരന്തങ്ങളിലെ മരണനിരക്കുകളോ കാണാതെ പോയവരുടെ എണ്ണമോ എടുത്ത് താരതമ്യം ചെയ്യുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ സംഭവിച്ച വീഴ്ചകൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക എന്താണ് പ്രധാനം. ആ വീഴ്ചകൾ മറച്ചു വെക്കാൻ മരണങ്ങളെ വെച്ചുള്ള താരതമ്യത്തിലേക്ക് കടക്കരുത്. അത് സാധാരണ രീതിയല്ല. അങ്ങേയറ്റത്തെ ഹൃദയശൂന്യമായ നിലപാടാണത്. അത്തരമൊരു നിലപാട് സംസ്ഥാന മുഖ്യമന്ത്രിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആ കാലത്ത് LDF-ന്റെ കാലത്ത് തെരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും ഒരു തരത്തിലുള്ള പരാതിയും ആരുടെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ അവകാശവാദം മറ്റൊരു അവകാശവാദം പുറപ്പെടുവിച്ചു. ഡ്രോണും ഹെലികോപ്റ്ററും ഉപയോഗിച്ച് ചരിത്രത്തിൽ ആദ്യമായാണ് തെരച്ചിൽ നടത്തുന്നത് എന്ന്. ഇത് പഴയ കാലത്ത് ഉള്ള സംഭവങ്ങള് പൂർണ്ണമായി മറച്ചുവെക്കലാണ്. ദുരന്ത സമയത്ത് എയർഫോഴ്സിന്റെ, നേവിയുടെ ഹെലികോപ്റ്ററുകള്, കപ്പലുകള് അതെല്ലാം ഇവിടെ രംഗത്തിറങ്ങിയിരുന്നു. നൂറുകണക്കിന് തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞിരുന്നു. ഇതെല്ലാം നമ്മുടെ നാടിന്റെ അനുഭവമല്ലേ? അത് മറന്നുപോയോ? വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാടിന്റെ ദുരന്തത്തിൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. ആദ്യമാണെന്ന് പറയുന്നത് ശരിയാണ്. ഇപ്പോ ഹെലികോപ്റ്ററും ഡ്രോണും ഒക്കെ ഇറങ്ങിയെന്ന് പറയുമ്പോ അതിലുള്ള പ്രശ്നം എന്താണ്? നമ്മള് സാധാരണ പറയാറില്ലേ, റോഡ് ആക്സിഡന്റിലൊക്കെ ഗോൾഡൻ അവറിനെ പറ്റി പറയാറില്ലേ? ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളാണ്. ആ ഘട്ടത്തിൽ നമുക്ക് നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പരാതി. അതാണ് ഗൗരവമായിട്ട് കാണേണ്ടത്. ഇപ്പോ മന്ത്രിമാര് ഇത്തരം ഘട്ടങ്ങളിൽ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു മന്ത്രി സംസാരിച്ചത് കടലിൽ കാണാതായാൽ മൃതദേഹങ്ങൾ കിട്ടാൻ ദിവസങ്ങൾ എടുക്കാറുണ്ട്. അത് സർക്കാർ തെരച്ചിൽ നടത്താഞ്ഞിട്ടല്ല. ഇതാണ് പ്രതികരണം. ഈ പ്രതികരണം എത്ര കണ്ട് മുറിവ് നമ്മുടെ ഈ ദുരിതത്തിനിരയായ കുടുംബങ്ങൾക്ക് ഉണ്ടാക്കുമെന്നത് അദ്ദേഹം ഓർമ്മിച്ചില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ പറയേണ്ട ഒരു ഘട്ടമല്ല ഇത്. പക്ഷെ വല്ലാത്ത വ്യാപകമായ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ മേലത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതൊന്ന് ചൂണ്ടിക്കാണിക്കണമല്ലോ എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമായത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാണ്, ദുരന്തത്തിനിരയായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്നതിനാവശ്യമായ കാര്യക്ഷമമായ തെരച്ചിൽ നടത്താനുള്ള നടപടികൾ സർക്കാർ അടിയന്തരമായി സ്വീകരിക്കണം. അതോടൊപ്പം കുടുംബങ്ങൾക്ക് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സംരക്ഷണ നടപടികളും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. ഇതാണ് പൊതുവെ ഈ ഘട്ടത്തിൽ പറയാനുള്ള കാര്യം.
അല്ല 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 ഞാൻ ഇത് സമയം കുറച്ചായി ഇതൊക്കെ അതുകൊണ്ട് ദീർഘമായി പോകുന്നില്ല. ഒരു പ്രശ്നമുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണല്ലോ ഉദ്യോഗസ്ഥ വിഭാഗം. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വലിയ തോതിലുള്ള അസ്വസ്ഥത, അസംതൃപ്തി രൂപം കൊള്ളുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അത് ഭരണമാറ്റത്തിന്റെ മറവില് സർക്കാരും ഭരണാനുകൂല സംഘടനാ നേതാക്കളും രാഷ്ട്രീയ താല്പര്യാർത്ഥം മാനദണ്ഡങ്ങൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടത്തുന്നത്. മാത്രമല്ല വ്യത്യസ്ത രീതിയിലുള്ള പീഡനങ്ങൾ, ഭീഷണി ഇതെല്ലാം തുടരുകയാണ്. സർവീസ് മേഖലയാകെ കടുത്ത അസ്വസ്ഥത ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രതികാര നടപടികളുടെ ഭാഗമായി പല ജീവനക്കാരും അതിന് ഇരകളാവുകയാണ്. അതിന്റെ ഭാഗമായി ജീവൻ പൊലിയുന്ന ദാരുണമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചൊക്ലി ഫാമിലി ഹെൽത്ത് സെന്ററിലെ സി ദീപാലേഖ അവര് പല സ്ഥലമാറ്റങ്ങൾക്ക് വിധേയായി എന്നാണ് പറയുന്നത്. സ്ഥലമാറ്റത്തെ തുടർന്ന് പലതരത്തിലുള്ള ജീവനൊടുക്കുന്ന ഹൃദയാഘാതമാണ് ദീപലേഖയ്ക്ക് സംഭവിച്ചത്. അവര് കുഴഞ്ഞു വീണ് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായി. മറ്റൊരു പരാതി ഇതിന്റെ കൂട്ടത്തിൽ വന്നത് കാസർഗോഡ് സീനിയർ ക്ലർക്ക് ആശാലത അവര് ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായി എന്നും ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറാണ് KV രാധാമണി. ദശാബ്ദങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരെ രോഗികളുടെ മുന്നിൽ വെച്ച് ഒരു ഭരണാനുകൂല സംഘടന NGO അസോസിയേഷൻ നേതാക്കളാണെന്നാണ് പറയുന്നത്. അവര് ഭീഷണിപ്പെടുത്തുന്നു. ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത അറപ്പുളവാക്കുന്ന വാക്കുകളാണെന്നാണ് പറയുന്നത്. അപ്പൊ സാധാരണഗതിയിൽ അത്തരമൊരു അനുഭവമൊന്നും അവർക്കുണ്ടാവില്ലല്ലോ. അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആയതുകൊണ്ട് അപ്പൊ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ എത്ര ഹീനമായാണ് പെരുമാറുന്നത്. കോഴിക്കോട് ജില്ലയില് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊളത്തൂർ പുതുക്കുടി സുബിൻലാൽ ഇത്തരം ക്രമവിരുദ്ധ സ്ഥലമാറ്റത്തിന് മനംനൊന്നുകൊണ്ട് ജീവനൊടുക്കുന്ന അവസ്ഥയുണ്ടായി. ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നടന്നൊരു സംഭവം അതീവ വിചിത്രമായൊരു കാര്യമാണ്. തിരുവനന്തപുരം ഐരാണിമുട്ടം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഒരു സീനിയർ വനിതാ മെഡിക്കൽ ഓഫീസറോട് ഔമര്യാദയായി പെരുമാറി. ആരാ ഈ പ്രൈവറ്റ് സെക്രട്ടറി? നമ്മൾ കാണേണ്ടത്, ഞാൻ ആ സെക്രട്ടറി ആരെന്നല്ല ചോദിക്കുന്നത്, പ്രൈവറ്റ് സെക്രട്ടറി എന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണം. പ്രൈവറ്റ് സെക്രട്ടറി ഈ ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അയാൾ മന്ത്രിയല്ല. മന്ത്രി പോകുന്നത് പോലെ പോയി സന്ദർശിക്കാനും പരിശോധിക്കാനും പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ല, അവകാശമില്ല. ഈ കേരളത്തിൽ ഒരു ഘട്ടത്തിലും അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇവരെ സഹായിക്കുന്നവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. സഹായിക്കുന്ന ധാരാളം ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഇത്തരം കാര്യങ്ങൾ സഹായിക്കാൻ നിൽക്കരുത്. നാടിന്റെ ഒരു ക്രമമുണ്ട്. ആ ക്രമം തെറ്റിച്ചു പോകുന്നതിനെ അത് ക്രമം തെറ്റിക്കലാണ് എന്ന് തന്നെ പറയാൻ തയ്യാറാവണം. അല്ലെങ്കിൽ നാളെ അത് ആപത്തുണ്ടാക്കും. നാം വിചാരിക്കാത്ത തരത്തിലുള്ള ആപത്തിലേക്ക് എത്തിക്കും. ഈ പ്രൈവറ്റ് സെക്രട്ടറി മന്ത്രിക്ക് പകരമായിട്ട് ഇടപെടേണ്ടയാളല്ല. മന്ത്രിയെ സഹായിക്കാൻ ആവശ്യമായ നടപടികളെയൊക്കെ സ്വീകരിക്കാം.
പക്ഷേ ഒരു തരത്തിലും മന്ത്രിക്ക് പകരമായി സന്ദർശിക്കാനോ ഭരണ നടപടികൾ ഇടപെടാനോ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അധികാരമില്ലാത്തതാണ്. വകുപ്പ് മേധാവികളോ ഉയർന്ന ഉദ്യോഗസ്ഥരോ അവരാണ് സർക്കാർ ഓഫീസുകളിൽ ഇത്തരം പരിശോധനകൾ നടത്താറുള്ളത്. അപ്പോ ആരോഗ്യമന്ത്രിയേക്കാൾ മുകളിൽ താൻ എന്ന ഭാവത്തിലാണോ ഈ പ്രൈവറ്റ് സെക്രട്ടറി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഒരു കുറിപ്പ് ഞാൻ എഴുതിയപ്പോ അതില് റവന്യൂ മന്ത്രി അതിനെതിരായി പ്രതികരിച്ചതായി കണ്ടു. അദ്ദേഹം പറയുന്നത് മെയ് 18 അധികാരത്തിൽ വന്ന സർക്കാരിന് മെയ് 12 നടന്ന ട്രാൻസ്ഫറിൽ എന്ത് ഉത്തരവാദിത്തമാണ് എന്നാ ചോദിക്കുന്നത്. അദ്ദേഹം മറന്നുപോകുന്ന കാര്യമുണ്ട്. ഞങ്ങള് നിയമസഭയിൽ ഇക്കാര്യത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു. അത് സഭാരേഖയിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ മെയ് 4 തന്നെ ഞങ്ങൾ രാജി സമർപ്പിച്ചു. തുടർന്ന് ഭരണമാറ്റം അത് മുതലെടുത്തുകൊണ്ട് ഭരണാനുകൂല സർവീസ് സംഘടനാ നേതാക്കൾ ലെറ്റർ പേഡുകളിൽ സ്ഥലം മാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിയമവിരുദ്ധമായി നൽകുകയാണ്. ആ ലെറ്റർ പേഡിൽ തയ്യാറാക്കി നൽകുന്ന പട്ടികകൾ അതേപടി സൂചനയായി കാണിച്ചുകൊണ്ട് സ്ഥലം മാറ്റ ഉത്തരവുകൾ മെയ് 18 മുൻപ് ഇറങ്ങുകയാണ്. ഇത് ഉത്തരവിലുണ്ട്. ഇത് നമ്മുടെ സിവിൽ സർവീസിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്തൊരു കാര്യമാണ്, കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഭരണത്തിന്റെ മറവിൽ ഭരണാനുകൂല അണികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികൾക്ക് സർക്കാർ പിന്തുണ നൽകുകയാണ്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതിന് പിന്തുണ നൽകുകയാണ്. സർവീസ് അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന ജീവനക്കാരും സംഘടനകളും അവരെയെല്ലാം പൊതുവേദികളിൽ അപഹസിക്കുകയും പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് മുഖ്യമന്ത്രി അടക്കം സ്വീകരിക്കുന്നത്. ട്രാൻസ്ഫറുകള് പൊതു മാനദണ്ഡം അനുസരിച്ചാണ്. ഇനിയും ട്രാൻസ്ഫർ നടത്തും എന്ന് മാനദണ്ഡ വിരുദ്ധമായി ട്രാൻസ്ഫറുകൾ നടത്തുന്ന ഒരു സ്ഥലത്ത് മുഖ്യമന്ത്രി തന്നെ പറയുന്ന അവസ്ഥ വന്നാൽ പിന്നെ എവിടെയാ എത്തുക കാര്യങ്ങൾ? ഇത് ഭരണരംഗത്തെ തീർത്തും അസ്വസ്ഥമാക്കുന്ന ഒന്നാണ്. ഇപ്പൊ സർക്കാർ ജീവനക്കാരുടെ ജീവനും ആത്മാഭിമാനത്തിനും വില കൽപ്പിക്കാത്ത ക്രമവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് സംസ്ഥാനത്ത് ഉയർന്നു വരുന്നത്. സിവിൽ സർവീസിനെ ഈ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഭരണകൂട ഭീകരതയുടെ കുരുതിക്കളമാക്കുകയാണ് സർക്കാർ ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്.